രക്തസ്രവക്കാരിയുടെ നാട്ടിലുള്ള ഒരുപാട് പേര് യേശുവിനെ കുറിച്ച് കേട്ടു, മറന്നു കളഞ്ഞു. പിന്നെ യേശു അതുവഴിയും കാണാൻ വന്നപ്പോ എത്തിക്കുത്തിയൊക്കെ ചിലപ്പോൾ നോക്കിക്കാണുമായിരിക്കും. അതിനപ്പുറത്ത് ആ കേൾവി കൊണ്ട് അവർക്കൊരു ഉപകാരവും ഉണ്ടായില്ല. ഒരുപാട് പേരുടെ പ്രത്യേകത കേൾക്കുന്നുണ്ട്, പക്ഷെ ഒരു വിശേഷവും ഇല്ല. ബൈബിൾ പറയുന്നത് ദൈവത്തിന്റെ വചനം ഇവർ കേട്ടു, പക്ഷേ കേട്ട വചനം വിശ്വാസമായിട്ട് പരിണമിക്കായിക കൊണ്ട് ഉപകാരമായി വന്നില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം കേട്ടാലും ഒരു ഉപകാരവും ഇല്ലാതിരിക്കാം. എപ്പോൾ? അതകത്തു വചനം വിശ്വാസമായി തീരാതിരുന്നാൽ. നീ ഒരു വചനം കേട്ടാൽ ഓർത്തുകൊള്ളണം, ആ വചനം ദൈവം നിന്നെ വിടുവിക്കാൻ, നീയുമായിട്ടൊരു എൻകൗണ്ടറിൽ വരാൻ ദൈവം നിനക്ക് തരുന്ന അവസരമാണ്. 12 വർഷം രക്തസ്രവമുള്ള സ്ത്രീ, അവളുടെ പ്രത്യേകത, അവൾ ഒരു ഫൈറ്ററാണ്, അവളൊരു പോരാളിയാണ്. അവൾ ഒരു ഡോക്ടറെ നിന്ന് ചികിത്സിച്ചു, വിടുതൽ കിട്ടിയില്ല. അടുത്ത ഡോക്ടറെ കൊണ്ട് ചികിത്സിച്ചു, വിടുതൽ കിട്ടിയില്ല. മുതലെല്ലാം തീരുന്നത് വരെ പല വൈദ്യന്മാരെയും പല ചികിത്സകളെയും അവൾ അവലംബിച്ചു. അവൾ പലതും സഹിച്ചു. ഇതെല്ലാം സഹിച്ചിട്ടും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ എത്ര വലിയ കുരുക്കിലാണെങ്കിലും തോറ്റു കൊടുക്കരുത്. പ്രാർത്ഥന നിർത്തരുത്, പ്രതീക്ഷ കൈവിടരുത്, തോറ്റു കൊടുക്കരുത്. സാത്താൻ നിന്നെ നോക്കി പല്ലെളിച്ച് കാണിക്കാൻ ഇടവരരുത്. ഇന്നല്ലെങ്കിൽ നാളെ നീ പുറത്തു വന്നിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിടുതൽ ഉണ്ടായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും.